മാർട്ടിൻ ജോസഫിൻ്റെ സംവിധാനത്തിൽ ഷെയ്ൻ നിഗം നായകനായി വന്ന ദൃഢം. അപ്പോൾ ദൃഢം സിനിമ കണ്ടു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു മൂവി റിവ്യൂ ചാനലൊന്നുമല്ല, ഞാനൊരു മൂവി ക്രിട്ടിക്കോ അല്ല, ഞാനൊരു മൂവി ലവറാണ്. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് കാണുന്ന സിനിമ എൻ്റെ ചാനലിൽ കൂടെ എൻ്റെ ഒപ്പീനിയൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും പോകണം, ഇത് കണ്ടിട്ട് ആരും പോകരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. സോ ജസ്റ്റ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സിനിമ ദൃഢം ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരൊറ്റ തീം മതി എന്നെ തിയേറ്ററിലോട്ട് എത്തിക്കാനായിട്ട്. കാരണം എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇതല്ലാണ്ട് വേറെ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റീസും ഞാൻ ഇവർ ചെയ്യുന്ന കണ്ടില്ല. ഇനി ചെയ്തോന്നറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈപ്പ് വളരെ കുറവായിരുന്നു. പക്ഷേ എനിക്ക് ഇതിന് ഹൈപ്പ് കൊടുക്കാനുള്ളൊരു കാര്യം, ഒന്ന് നമ്മുടെ ജിത്തു ജോസഫിൻ്റെ അസിസ്റ്റൻ്റാണ് ഇതിൻ്റെ ഡയറക്ടർ മാർട്ടിൻ ജോസഫ്. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ആ ഒരു മികവ് പുള്ളിക്ക് എന്തായാലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, എനിക്ക് ഷെയ്ൻ നിഗത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ആക്ടിങ് രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാം, അതും ഫസ്റ്റ് ഡേ തന്നെ കാണാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്നെ ഞെട്ടിച്ച് കളയും. സത്യം പറഞ്ഞാൽ സിനിമ കിടിലം, ഗംഭീരം. ഒരു സ്ലോ പേസ്ഡ് മൂവിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ലാഗ് ഉണ്ടെന്നല്ല, ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്ത് പോകാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്ലോ പേസ്ഡ് മൂവിയാണെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കും. സീറ്റഡ് ത്രില്ലറാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്റ്റിൽ ഇതിലൊരു കണ്ടൻ്റ് ആണെങ്കിൽ പോലും ഇത് ഭയങ്കര വലിയ കണ്ടൻറ്റോ അങ്ങനെയൊന്നുമല്ല. കണ്ടൻറ്റ് നമ്മൾ എപ്പോഴും കണ്ട് വന്നിട്ടുള്ള, പല സിനിമകളിലും കണ്ടിട്ടുള്ള നോർമൽ ഒരു കാര്യമാണ്. അല്ലാണ്ട് പുതിയതായിട്ടൊന്നും ഇതിലില്ല. ബട്ട് സ്റ്റിൽ ഡയറക്ഷൻ ആണെങ്കിലും ആ ഒരു പശ്ചാത്തലമാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ കഥ നടക്കുന്ന മൊത്തം ഗ്രാമത്തിലാണ്. ഇത് സിറ്റി ബഹളങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ ഇത് ഫുൾ ഗ്രാമമാണ് സ്റ്റോറി നടക്കുന്നത് മൊത്തം. അപ്പോൾ സിനിമ തുടങ്ങി ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഷെയ്ൻ നിഗത്തിനെ കാണിക്കുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ പുള്ളി നമ്മുടെ ഒരു ഗ്രാമപ്രദേശമായ ഒരു സ്ഥലത്ത്, അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ SI ആയിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ സ്റ്റേഷനിലോ ആ സ്റ്റേഷൻ പ്രദേശത്തോ ആ ഒരു ഗ്രാമപ്രദേശത്തോ പ്രത്യേകിച്ച് ഇതുവരെ ഇഷ്യൂസോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സമാധാനപരമായിട്ട് പോകുന്ന ഒരു മേഖല. അപ്പോൾ അവിടത്തേക്ക് തന്നെ വരുന്നത് കൊണ്ട് പുള്ളിക്ക് വേറെ ഒരു ഇഷ്യൂസും ഇല്ല എന്നുള്ള ലെവലിലാണ് പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ കാണിക്കുന്നത്. പക്ഷേ വന്ന് ജോയിൻ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് അകം തന്നെ അവിടെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു. അത് ആ ഒരു ഇൻസിഡൻറ്റ് 2 3 അപ്പോൾ അതിനെ ഡീൽ ചെയ്യുന്ന വിധം, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫ്രഷറായിട്ട് കയറുന്നൊരു SI ഫേസ് ചെയ്യുന്ന പ്രഷറുകൾ, അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇൻ്റർവെല്ലിൽ വരെ അതെന്താണ്, എന്താണ് ഇതിൻ്റെ ഒരു റീസൺ, ബാക്ക് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ് ഇൻ്റർവെല്ലിൽ വരെ വളരെ ത്രില്ലിംഗ് ആയിരുന്നു. നല്ല പോലെ എൻഗേജ് ചെയ്തിരുത്താൻ പറ്റും. അപ്പോൾ ഇതിന് കണ്ടൻറ്റ് വലിയ കണ്ടൻറ്റൊന്നുമല്ല. അപ്പോൾ കണ്ടൻറ്റാണ് സിനിമ മൊത്തം എന്ന് പറഞ്ഞ് നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറോ ഒരു വാവ് ഫാക്ടറോ ഇല്ലാതെ ആക്കുന്നതിനേക്കാൾ നല്ലത് ഇതൊരു നോർമൽ കണ്ടൻറ്റാണ്. നമ്മൾ സ്ഥിരം പല സിനിമകളിലും കണ്ടുവരുന്ന കണ്ടൻറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് കണക്റ്റ് ആവണം, അതിലാണ് കാര്യം. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഒരു സിനിമ കാണുമ്പോൾ അത് കണ്ടൻറ്റ് എത്ര പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ആൾക്കാർക്ക് കണക്റ്റായി കഴിഞ്ഞാലേ ആ ഒരു ഇമോഷൻ വർക്കാവുള്ളൂ. ആ ഇമോഷൻ വർക്കായാലേ നമുക്ക് അതിലുള്ളൊരു ഹീറോ ആണെങ്കിൽ ഹീറോ, അവരുടെ കൂടെ നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് നമുക്ക് അവരോട് പോകണമെങ്കിൽ ആ ഒരു ഇമോഷൻ കണക്റ്റ് ആവണം. അപ്പോൾ ഇതിൽ നമുക്ക് കണക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും സിനിമയ്ക്ക്. ഒരു സ്ലോ പേസ്ഡ് ആയിട്ടാണ് ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നത്. അപ്പോൾ എന്നാലും ടെൻഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര നാച്ചുറലായിട്ട് കൂടുതൽ ബഹളങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു സിനിമയാണ്. പെർഫോമൻസുകൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്, എടുത്ത് നിൽക്കുന്നത് അത് തന്നെയാണ്. കഥ ഒരു നോർമൽ കഥയാണെങ്കിലും ഒരു നോർമൽ സ്റ്റോറി ആണെങ്കിലും പെർഫോമൻസുകൾ എല്ലാവരും സൂപ്പർ. ശോഭി തിലകനൊക്കെ പൊളി. ഷെയ്ൻ നിഗമാണോ ശോഭി തിലകനാണോ ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ ആക്ടിങ് എന്നുള്ളതിന് ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കുന്ന പോലെയാണ്. അപ്പോൾ പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആദ്യം കുറച്ചൊരു എഴുച്ചിലുണ്ട്, എന്നാലും നമുക്ക് സ്റ്റോറി ആയിട്ടത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരം എഴുച്ചിലൊന്നുമല്ല. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു 10 മിനിറ്റോളം ചെറിയൊരു ലാഗ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ അതൊരു പ്രശ്നമല്ല. കാരണം ആ ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെ സിനിമ പോകുന്നത് ഗ്രാഫ് മുകളിലോട്ടാണ്. അമ്മാതിരി ഒരു സ്പീഡാണ്.
അപ്പോൾ നമ്മുടെ ക്ലൈമാക്സിന് അടുക്കും തോറും നമുക്ക് ആ ഒരു ടെൻഷൻ വീണ്ടും വീണ്ടും ബിൽഡാവും. അതുപോലെ ക്ലൈമാക്സിൽ ചെറിയ ട്വിസ്റ്റൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ ജേണറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിലെ പെർഫോമൻസുകൾ, മ്യൂസിക്, ഡയറക്ഷൻ ഇതെല്ലാം അടിപൊളിയാണ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരം ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ സിനിമ കാണാനായിട്ട്. നമ്മുടെ സിനിമയുടെ റിവ്യൂ ഒക്കെ ഇടുമല്ലേ തിരുവനന്തപുരം. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി സിനിമ കഴിഞ്ഞ് പുള്ളി ആദ്യം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ശരി അങ്ങോട്ട് സംസാരിക്കാം, സബ്സ്ക്രൈബറാണെന്നൊക്കെ പറയാം എന്ന്. പക്ഷേ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി ശല്യം ചെയ്യുന്നില്ല. ഒരു സിനിമ തീർന്ന് പുള്ളി ഇറങ്ങിയതും മറ്റേ റിവ്യൂവേഴ്സ് അല്ല, നമ്മൾ റിവ്യൂ എടുക്കുന്ന പിള്ളേരുണ്ടല്ലോ, ഈ ക്യാമറയായിട്ട് നിൽക്കുന്നവന്മാർ, അവർ വന്ന് അങ്ങോട്ട് പുള്ളിയെ വളഞ്ഞ് എന്നിട്ട് ചേട്ടാ പറഞ്ഞിട്ടോ പുള്ളി അങ്ങോട്ട് ഓടി തള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പുള്ളിയുടെ റിവ്യൂ ഉടനെ വരും. അപ്പോൾ കൂടുതൽ പ്രോപ്പർ റിവ്യൂ ആയിട്ട് പുള്ളി പറയും. അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.